എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ത്യ ഓസ്ട്രേലിയ 4ാം ടെസ്റ്റിന്റെ 4ാം ദിനം ഇപ്പോൾ അവസാനിച്ചു. ഇന്ന് മികച്ച ബൌളിംഗ് പ്രകടനം പുറത്തെടുത്ത് ബുംറ ഇന്ത്യയെ കളിയിലേക്ക് വീണ്ടും തിരിച്ചുകൊണ്ടുവന്നു. 4 വിക്കറ്റ് ആണ് താരം ഇന്ന് നേടിയത്. 333 റൺസിന്റെ ലീഡാണ് ഓസ്ട്രേലിയയ്ക്ക് ഇപ്പോൾ ഉള്ളത്. 4ാം ദിനം കളി നിർത്തുമ്പോൾ 9ന് 228 എന്ന നിലയിലാണ് ഓസീസ്. നഥാൻ ലിയോൺ, സ്കോട്ട് ബോറന്റ് എന്നിവരാണ് ക്രീസിൽ. 4 വിക്കറ്റ് നേടിയ ജസ്പ്രീത് ബുംറ, 3 പേരെ പുറത്താക്കിയ മുഹമ്മദ് സിറാജ് എന്നിവരാണ് ഓസീസിനെ 2ാം ഇന്നിംഗ്സിൽ പിടിച്ചുകെട്ടിയത്. 70 റൺസ് നേടിയ മർണസ് ലബുഷൈനാണ് ഓസീസിന്റെ ടോപ്പ് സ്കോർ. പാറ്റ് കമ്മിൻസ് 41 റൺസെടുത്ത് പുറത്തായി. നേരത്തെ ഓസീസിന്റെ 1ാം ഇന്നിംഗ്സ് സ്കോറായ 474-നെതിരെ ഇന്ത്യയുടെ മറുപടി ബാറ്റിംഗ് 369 അവസാനിച്ചിരുന്നു. 1ാം ഇന്നിംഗ്സിൽ 105 റൺസ് ലീഡ് നേടിയിരുന്നു ഓസീസ്. സെഞ്ചുറി നേടിയ നിതീഷ് കുമാർ റെഡ്ഡിയുടെ വിക്കറ്റാണ് ഇന്ത്യക്ക് ഇന്ന് നഷ്ടമായത്. കഴിഞ്ഞ 70 വർഷത്തിനിടെ മെൽബണിൽ ഒരു ചേസ് ചെയ്ത് ജയിക്കുന്ന ഏറ്റവും ഉയർന്ന സ്കോർ 258 റൺസാണ്. ഇന്ത്യക്ക് ഓസീസിനെ തോൽപ്പിക്കാനായാൽ റെക്കോർഡിടാനും സാധിക്കും. ഒരു ഘട്ടത്തിൽ 2-80 എന്ന നിലയിലായിരുന്നു ഓസീസ്. സാം കോൺസ്റ്റാസ്, ഉസ്മാൻ ഖവാജ എന്നിവരുടെ വിക്കറ്റുകൾ നേരത്തെ നഷ്ടമായിരുന്നു. ആദ്യ ഇന്നിംഗ്സിൽ അടുത്ത സെഞ്ചുറി നേടിയ കോൺസ്റ്റാസിന് ഇത്തവണ നിരാശപ്പെടേണ്ടി വന്നു. 8 റൺസ് മാത്രമെടുത്ത താരത്തെ ബുംറ ബൌൾഡാക്കുകയായിരുന്നു. ഒരു പെർഫെക്റ്റ് റിവെഞ്ച്. കോൺസ്റ്റാസ് മടങ്ങുമ്പോൾ 20 റൺസ് മാത്രമായിരുന്നു ഓസീസിന്റെ സ്കോർ ബോർഡിൽ ഉണ്ടായിരുന്നത്. ഉസ്മാൻ ഖവാജയ്ക്കും അധികം ആയുസുണ്ടായിരുന്നില്ല. മുഹമ്മദ് സിറാജിന്റെ പന്തിൽ ബൌൾഡായി താരം. തുടർന്ന് സ്മിത്ത്, ലബുഷൈൻ സഖ്യം 37 റൺസ് കൂട്ടിച്ചേർത്തു. പിന്നീട് സിറാജാണ് ഓസീസിന്റെ തകർച്ചയ്ക്ക് തുടക്കമിട്ടത്. 11 റൺസിനിടെ 4 വിക്കറ്റാണ് ഓസീസിന് നഷ്ടമായത്. ആദ്യം സ്മിത്തിനെ മുഹമ്മദ് സിറാജ് ഋഷഭ് പന്തിന്റെ കൈകളിലെത്തിച്ചു. തൊട്ടടുത്ത ഓവറിൽ 2 വിക്കറ്റുകൾ ബുംറ നേടി. ട്രാവിസ് ഹെഡ്, മിച്ചൽ മാർഷ് എന്നിവരെയാണ് ബുംറ തിരിച്ചേച്ചത്. പിന്നാലെ മറ്റൊരു ഓവറുമായെത്തിയ ബുംറ അലക്സ് ക്യാരിയെയും ബൌൾഡാക്കി. ഇതോടെ 691 എന്ന നിലയിലായി ഓസീസ്. എന്നാൽ ലബുഷൈന്, കമ്മിൻസ് കൂട്ടുകെട്ട് ഓസീസിന് രക്ഷയായി. 57 റൺസിന്റെ നിർണായക കൂട്ടുകെട്ടാണ് ഇരുവരും ഉണ്ടാക്കിയത്. ലബുഷൈനെ വിക്കറ്റിന് മുന്നിൽ കുടുക്കി മുഹമ്മദ് സിറാജാണ് ഇന്ത്യക്ക് ബ്രേക്ക് ത്രൂ നൽകിയത്. പിന്നാലെ മിച്ചൽ സ്റ്റാർക്ക് റണ്ണൌട്ടായതും ഓസീസിന് തിരിച്ചടിയായി. പിന്നീട് നഥാൻ ലിയോണിനെ കൂട്ടുപിടിച്ച് കമ്മിൻസ് വിലപ്പെട്ട റൺസുകൾ കൂട്ടിച്ചേർത്തു. 17 റൺസാണ് ഇരുവരും ചേർത്തത്. കമ്മിൻസിനെ പുറത്താക്കി ജഡേജയാണ് ബ്രേക്ക് ത്രൂ നൽകിയത്. കമ്മിൻസ് മടങ്ങിയെങ്കിലും അവസാന വിക്കറ്റിൽ ലിയോണ്, സ്കോട്ട് ബോറന്റ് സഖ്യം വിജയലക്ഷ്യം 300 കടത്തി. ഇരുവരും വിലപ്പെട്ട 55 റൺസാണ് ഇതുവരെ കൂട്ടിച്ചേർത്തത്. ഓസീസിന്റെ സ്കോർ 222 നിൽക്കെ ബുംറയുടെ പന്തിൽ ലിയോണിനെ സ്ലിപ്പിൽ KL രാഹുൽ ക്യാച്ചെടുത്തെങ്കിലും അമ്പയർ നോബോൾ വിളിച്ചു. 9ന് 358 എന്ന നിലയിലാണ് ഇന്ത്യ 4ാം ദിനം ക്രീസിലെത്തിയത്. സെഞ്ചുറി നേടിയ നിതീഷ് കുമാർ റെഡ്ഡിക്ക് അധികനേരം ക്രീസിൽ തുടരാനായില്ല. വ്യക്തിഗത സ്കോറിനോട് 9 റൺസ് കൂടി കൂട്ടിച്ചേർത്ത് നിതീഷ് മടങ്ങി. മുഹമ്മദ് സിറാജ് പുറത്താവാതെ നിന്നു. ഓസീസിന് വേണ്ടി ലിയോണ്, പാറ്റ് കമ്മിൻസ്, സ്കോട്ട് ബോറന്റ് എന്നിവർ 3 വിക്കറ്റുകൾ വീതം വീഴ്ത്തി. അപ്പോൾ ഈ ടെസ്റ്റ് ഇന്ത്യ ജയിക്കുമോ, ഓസ്ട്രേലിയ ജയിക്കുമോ? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.